എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പോസ്റ്റ് ഓഫീസ് GDS നോട്ടിഫിക്കേഷൻ വരുമെന്നൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. കറക്റ്റ് നോട്ടിഫിക്കേഷനും എത്തിക്കഴിഞ്ഞു. അതായത് പോസ്റ്റ് ഓഫീസ്, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് പരീക്ഷയും ഫിസിക്കലും ഒന്നും എഴുതാതെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോലി കിട്ടാൻ പോകുന്നത്. ഗ്രാമീൺ ദക് സേവക് GDS നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് കാണാം. 31 ജനുവരി 2026 മുതൽ 14 ഫെബ്രുവരിയാണ് ടൈം കിട്ടുന്നത്. ഇനി അപേക്ഷ അയക്കാനുള്ള, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷനും ഫീസും അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 16 തീയതി വരെയാണ്. 2 തീയതി മുതൽ 16 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനും ഫീസും അടയ്ക്കാൻ പറ്റും. ഇനി അപേക്ഷ അയക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ വരുന്നുണ്ട്. 18 ഫെബ്രുവരി മുതൽ 19 ഫെബ്രുവരി വരെയാണ് അതിന് ടൈം കിട്ടുന്നത്. അതിന് സെപ്പറേറ്റ് നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ വരുന്നുണ്ട്, BPM വരുന്നുണ്ട്, പിന്നെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM, പിന്നെ ദക് സേവകും വരുന്നുണ്ട്. ഇങ്ങനെ 3 പോസ്റ്റുകളാണ്. BPMലേക്ക്, അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിലേക്ക് 12,000 രൂപ തൊട്ട് 29,350 രൂപയാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടാൻ പോകുന്നത്. പിന്നെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും ദക് സേവക് രണ്ടിലേക്ക് നിങ്ങൾക്ക് 10,000 രൂപ മുതൽ 24,470 രൂപയാണ് ശമ്പളം കിട്ടാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWBD ആണെങ്കിൽ, അതായത് അംഗവൈകല്യമുള്ളവരാണെങ്കിൽ 10 വർഷം, PWBD പ്ലസ് OBC ആണെങ്കിൽ 13 വർഷവും, PWBDയിൽ വരുന്ന SC/ST ആണെങ്കിൽ 15 വർഷമാണ് നിങ്ങൾക്ക് ഇളവ് കിട്ടുന്നത് വയസ്സിൽ. ഇനി ക്വാളിഫിക്കേഷൻ, ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും. പക്ഷേ 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്കോട് കൂടി പാസ്സായവർക്ക് മാത്രമാണ് ഈ ഒരു ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. അതായത് 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപേക്ഷ അയക്കാൻ 10ാം ക്ലാസ് സിമ്പിൾ പാസ്സാണെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാം. പക്ഷേ ജോബ് കിട്ടാൻ സാധ്യത കൂടുതൽ, കാരണം ഇതിലേക്ക് ഫിസിക്കലും പരീക്ഷയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അതർ ക്വാളിഫിക്കേഷനിൽ നോളജ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കുക, പിന്നെ സൈക്ലിംഗ് അറിയണം, പിന്നെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം അറിയണമെന്ന ക്വാളിഫിക്കേഷൻ. അതർ ക്വാളിഫിക്കേഷനിൽ അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപേക്ഷ കൊടുക്കുമ്പോൾ 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അതിൽ പെൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല. പിന്നെ ആൺകുട്ടികളിൽ SC/ST, PWBD തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്കും ഫീസ് വരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നുണ്ട്, അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അക്ഷയയിലൊന്നും പോകണ്ട, ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് കൊണ്ടുപോകേണ്ട ഡീറ്റെയിൽസ്: മാർക്ക് ഷീറ്റ്, ഐഡൻറ്റിറ്റി പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, PWBD ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം അടങ്ങിയൊരു ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ വഴിയെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10ാം ക്ലാസ് ഉയർന്ന മാർക്കോട് കൂടി പാസ്സായവർക്ക് നിങ്ങൾക്കൊരു അടിപൊളി ചാൻസാണ്. നമ്മുടെ കേരളത്തിൽ പോസ്റ്റ് ഓഫീസിലാണ് ജോലി കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ തന്നെ ജോബ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിളായൊരു പെട്ടെന്ന് അപേക്ഷ അയക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.